ഇപ്പൊ ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡറുകൾ ഓരോന്നോരോന്നായി അവളിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പിള്ളേരെ രാവും പകലും ഇരുന്ന് ചെയ്യുന്ന പണി. എന്താ ചേച്ചി? അല്ല മോളെ, നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നമുക്ക് തുടങ്ങണ്ടേ? പതുക്കെ മതി. നാളെ കാര്യമായിട്ടുണ്ടായിരുന്ന ഒരു ഓർഡർ ക്യാൻസലായി. ബാക്കി കുറച്ചേ ഉള്ളൂ. അതെന്താ ക്യാൻസൽ ആവാൻ? ആറ്റുശ്ശേരി സദ്യ എന്നല്ലല്ലോ ഇപ്പൊ പറയുന്നത്, വിഷച്ചോറന്നല്ലേ. അത് തന്നെയാ കാരണം. ചേച്ചി വാ. എന്നോട് ഓരോരുത്തർ ഒന്നും രണ്ടും ഒക്കെ ചോദിച്ചു. ഞാൻ വായി തന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. കേൾക്കുമ്പോ ഇത്തിരി ദണ്ണണ്ടേ? ഇവിടെ ജോലിക്ക് വന്നു തുടങ്ങിയത് പിന്നെയാ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ നടക്കുന്നത്. എല്ലാം നിർത്തിയോ പൂട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് നിസാരമായിട്ട് അങ്ങ് ചോദിക്കാം. നമ്മുടെ സങ്കടം നമുക്കല്ലേ അറിയൂ. എല്ലാം ശരിയാവുമല്ലോ അല്ലേ? ശരിയാവും ചേച്ചി, നമ്മൾ ശരിയാക്കി എടുക്കും. ഉള്ള കുറച്ച് ഓർഡറുകളൊക്കെ ഭംഗിയായിട്ട് കൊടുക്കണം. എന്നിട്ട് പതുക്കെ പതുക്കെ നിഷേധിക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് മാറും. അങ്ങനെയല്ലേ വേണ്ടേ? ഇതെന്താ അമ്മേ? അത് അവര് വേണ്ടെന്ന് പറഞ്ഞത്. എല്ലാത്തിനെയും മോള് വിളിച്ചു പറയണ്ടെന്ന് കരുതി. വിഷമമുള്ള കാര്യമല്ലേ മോളെ? ആരൊക്കെയോ പുറകിൽ നിന്ന് കളിക്കുന്ന പോലെ, എല്ലാം പറഞ്ഞു ചെയ്യിക്കുന്ന പോലെ അല്ലേ അമ്മേ? മോളെ, മുത്തശ്ശി ഒരു കാര്യം പറയട്ടെ. തൽക്കാലം എണ്ണത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഒരു ഊണേ ആവശ്യമുള്ളൂ എങ്കിൽ അത് നീ ഉണ്ടാക്കണം. അതിൽ നീ നിന്റെ കഴിവ് കാണിക്കുകയും വേണം. നമ്മൾ നട്ടു വളർത്തി ഉണ്ടാക്കിയ ഒരു മരം പെട്ടെന്ന് കാറ്റിലോ മഴയിലോ വീണുപോയാ പിന്നെ എന്താ ചെയ്യ? അടുത്തത് നടും. എന്നിട്ട് ഇല വന്ന്, കൊമ്പ് വന്ന്, പൂ വന്ന്, കാ വന്ന് അതങ്ങ് വളരും. അത്ര തന്നെ മോളെ. തോറ്റു കൊടുക്കരുതടി മോളെ. തോറ്റു കൊടുത്താ നമ്മളെല്ലാവരും ഒന്നിച്ച് തോറ്റുപോകും. വരണം മോളെ. മോള് കുറച്ചു ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല. മോളിത് നേരാവണ്ണം നടത്തിയാ മതി. നിങ്ങൾ പറയുന്നതാ ശരി. ഇവിടെ തലകുനിച്ചാല് ശത്രുക്കള് ജയിക്കും. ചേച്ചി, നമുക്ക് കടയിൽ പോയി പച്ചക്കറി വാങ്ങിട്ട് വരാം. മുത്തശ്ശി, അങ്ങനെ പോട്ടല്ലേ? നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടായാ മതി മോളെ. നമ്മൾ ജയിക്കും. രാധികേ, ടീച്ചർ. രാധിക ഇതുവഴി എവിടുന്നാ? സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ ഉള്ളൊരു കടയിൽ നിന്നാ. ഇതിനടുത്ത് കടയുണ്ടോ? ഉണ്ട്. പണ്ടുകാലം മുതലുള്ള ഒരു പലചരക്ക് കടയാ. വീടിനോട് ചേർന്ന. പക്ഷെ മായമുള്ള ഒരു സാധനവും വിൽക്കില്ല എന്നൊരു ഗുണം ആ കടയ്ക്കകത്തുണ്ട്. ഞാൻ സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കുന്നത്. ഇത് നാളെ സ്കൂളിലെ ഫംഗ്ഷനുള്ള സാധനങ്ങളാ. അയ്യോ രാധികേ, ഞാനിത് പറയാൻ വേണ്ടി അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. ആ ഫംഗ്ഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്നത്തേക്കാ? ആ ഡേറ്റ് എന്നത്തേക്കാണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എയോട് ഒഴിവൊക്കെ നോക്കണം. ബാക്കി എല്ലാവരും ഒന്നിച്ചു വരുന്ന ഡേറ്റ് നോക്കണം. എന്നിട്ടേ ഉണ്ടാവൂ. ഫംഗ്ഷൻ നാളെ തന്നെയല്ലേ ടീച്ചർ? ആറ്റുശ്ശേരി സദ്യ ഒഴിവാക്കി, അതല്ലേ സത്യം? ഞാനത് എങ്ങനെയാ തന്നോട് പറയാന്ന് വെച്ചിട്ടാ. സാരമില്ല. ഒരുപാട് സ്ഥലത്തു നിന്നായി ഇങ്ങനെ നിക്ഷേപങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാർത്തയിൽ കാണുന്നവർക്ക് എളുപ്പമല്ലേ ഒരു കൂട്ടരെ കുറ്റപ്പെടുത്താൻ.
അവരോട് നേരിട്ടാരും ഒന്നും ചോദിക്കില്ലല്ലോ. അന്നം ദൈവമാണെന്ന് എന്നെ ആദ്യം പഠിപ്പിച്ചത് അച്ഛനാ. കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ആ മേഖലയിൽ തന്നെ ജോലി ചെയ്യും എന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ എപ്പോ ആ ജോലി ചെയ്യാൻ തുടങ്ങിയോ ഞാനതൊരു ഈശ്വര സേവയായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആളുകൾക്ക് വെച്ച് വിളമ്പുന്ന പുണ്യം അതും കൂടി ഇല്ലാതാക്കാൻ ചിലർക്ക് സാധിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ രാധികെ? ആറ്റുവാശ്ശേരി സദ്യയുടെ കാര്യം ഞാനാ അവിടെ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. അത് ദേവനാരായണൻ തിരുമേനിയും രാധികയും ഒക്കെ നന്നായിട്ട് അറിയുന്നതുകൊണ്ടാ. ഒരു സന്തോഷമുള്ള ഫംഗ്ഷൻ അല്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് അവര് ചോദിക്കുന്നത്. അല്ല, എന്റെ സദ്യ അവിടെ വെക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. അങ്ങനെ പേടിയുള്ള ഒരു കാര്യം സന്തോഷമുള്ള സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ലല്ലോ. ഫംഗ്ഷൻ നന്നായിട്ട് നടക്കട്ടെ ടീച്ചർ. അല്ല, രാധിക ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? ഈ ഒരുപാട് കല്ലേറ് കൊണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് തളർന്നു വീഴും. പിന്നെ പതുക്കെ പതുക്കെ എണീറ്റിരിക്കില്ലേ, പിന്നെ നടക്കില്ലേ. എനിക്ക് നടന്നേ പറ്റൂ ടീച്ചറെ. ഇതങ്ങനെ വഴിയിൽ വെച്ച് മുടക്കിക്കളയാൻ പറ്റില്ല. കാരണം ഇതിപ്പോ ബിസിനസ് അല്ല, ഞങ്ങളുടെ ജീവിതം. അതിനൊരു കൂലി ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ വിശ്വാസത്തിൽ അങ്ങ് പോവും. പോട്ടെ ടീച്ചറെ. ഏറ്റവും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കിയതാണ് ആറ്റുവാശ്ശേരി സദ്യ, അല്ലേ ചന്ദ്രശേഖര സാറേ? ഇപ്പൊ ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡറുകൾ ഓരോന്നോരോന്നായി അവളിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പിള്ളേര് രാവും പകലും ഇരുന്ന് ചെയ്യുന്ന പണി. ഒരു കാര്യം സാറ് മനസ്സിലാക്കിക്കോ, ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ അത്രയ്ക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട് അതില്ലാതാക്കാനും. കാരണം വിശ്വസിച്ചവരുടെ വിശ്വാസങ്ങൾ തകർത്തെറിയണ്ടേ സാറേ? പക്ഷേ പിള്ളേര് കൊള്ളാം. അവരെടുത്ത പണിയാണെങ്കിലോ അതിഗംഭീരം. ചന്ദ്രശേഖര സാറ് നോക്കിക്കോ, ആറ്റുവാശ്ശേരി സദ്യ ഉണ്ടാക്കി റോഡരികിൽ വന്ന് വെറുതെ കൊടുക്കാന്ന് അവള് പറഞ്ഞാ പോലും അതിന് നേരെ വന്ന് കൈനീട്ടാൻ ഒരുത്തനും ഉണ്ടാവില്ല. അതെ, ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. സാറെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് അവളാ. അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയേ പറ്റൂ. ഏറ്റുമുട്ടിയത് ആരോടാണെന്നും അതിന്റെ അനുഭവം എന്താണെന്നും അവള് കൃത്യമായിട്ട് പഠിക്കണം. കണിമംഗലത്ത് നിന്ന് ഇറങ്ങിപ്പോയ അവര് നടു റോഡിൽ ഭിക്ഷ തണ്ടുന്നവരായിട്ട് എനിക്ക് കാണണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ തന്നെ കാണണം എനിക്ക്.